ലത്തീൻ ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ലൂസിഫർ എന്നാണ്. മാലാഖമാരുടെ സംഘത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന ലൂസിഫറാണ് നിഗളം മൂലം സാത്താനായി തീർന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ പൂവ്, തമോ ഗോളങ്ങളുടെ തമ്പുരാൻ എന്നൊക്കെയാണ് ചലച്ചിത്രത്തിൻ്റെ പിന്നണി പ്രവർത്തകർ എമ്പുരാനെ വിശേഷിപ്പിച്ചു കണ്ടത്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കാനുള്ളത്? സിനിമയിലെ ഒരു ഡയലോഗാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എമ്പുരാനെ തകർക്കുന്ന തമ്പുരാൻ ആരെ എന്തിനു വേണ്ടി എപ്പോൾ തകർക്കും എന്നാണ് ഈ പറയുന്നത്? ആർക്കും ന്യായമായും ഒരു സംശയം തോന്നാം. അത് സ്വാഭാവികമാണ്. എന്നാൽ സംശയം തെല്ലും വേണ്ട. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണിത്. എമ്പുരാനും തമ്പുരാനും തമ്മിലുള്ള ഒരു അന്ത്യയുദ്ധം. അതിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില വസ്തുതകൾ ഞാനിവിടെ പറഞ്ഞു എന്ന് വരാം. എങ്കിലും പാതിക്ക് നിർത്തരുത് എന്ന് ഒരു എളിയ അഭ്യർത്ഥനയുണ്ട്. ആരാണ് എമ്പുരാൻ എന്ന് അധികം പറയേണ്ട ആവശ്യമില്ല. അടുത്ത കാലത്ത് ഇറങ്ങിയ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമ എന്നതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം. ലൂസിഫറിൻ്റെ പരമ്പരയിലെ രണ്ടാമൻ എന്നും പറയാം. അതെല്ലാം അതിൽ തന്നെ ശരിയാണ്. എന്നാൽ എമ്പുരാൻ എന്നാൽ ലൂസിഫർ എന്നതാണ് കൂടുതൽ ശരിയായ വിലയിരുത്തൽ. ഞാനത് വ്യക്തമാക്കാം. ഞാനൊരു ചലച്ചിത്ര പ്രേക്ഷകനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഉള്ളടക്കത്തെപ്പറ്റി അഭിപ്രായം പറയുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാം. എന്നാൽ എമ്പുരാൻ എന്ന പേരും മാധ്യമങ്ങളിലൂടെ ലഭ്യമായ വിവരങ്ങളും തെറ്റിദ്ധാരണാജനകവും ഒരു വിശകലനത്തിന് മതിയായതുമാണ് എന്ന് നമുക്കേവർക്കും ബോധ്യമുണ്ട്. എമ്പുരാൻ എന്ന ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ സിനിമയിലെ എമ്പുരാനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ആൻ ഏഞ്ചൽ ഹു ഈസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ് എന്നാണ്. ഒരു രാജാവിനേക്കാൾ മികച്ചവനും ദൈവത്തെക്കാൾ തെല്ല് താഴെ മാത്രം നിൽക്കുന്നവനുമായ ഒരു മാലാഖ. ഇത് വെറുമൊരു ഭാവനാ സൃഷ്ടിയല്ല. അങ്ങനെ ഒരു മാലാഖ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പേര് ലൂസിഫർ എന്നായിരുന്നു എന്നുമാണ് ബൈബിളിൻ്റെ ഭാഷ്യം. സിനിമയിലെ എമ്പുരാൻ ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ സിനിമാക്കാർ പറയുന്ന സ്വഭാവ സവിശേഷതയോടുകൂടിയ ഒരാളെപ്പറ്റി ബൈബിൾ പറയുന്നുണ്ട്. ഇന്നേക്ക് 2.5 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട യെഹസ്കേൽ എന്ന പ്രവാചകൻ്റെ കുറിപ്പിൽ അതിൻ്റെ 28-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് ഇനി പറയുന്ന വിവരണം ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ബൈബിൾ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മാതൃക മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കാണുന്നത് വരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ച് നിന്റെ പ്രഭനിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുൻപിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. അതിശ്രേഷ്ഠനായ ഒരു ഭരണാധികാരിയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ വീഴ്ചയെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നത് വ്യക്തമാണല്ലോ. എമ്പുരാനെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. എന്നിട്ട് ഈ സോർ രാജാവിനെക്കുറിച്ച് എന്തിനിപ്പോൾ പറയുന്നു എന്ന് ഒരു സംശയം നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവാനിടയുണ്ട്. അതൊന്ന് വ്യക്തമാക്കിയിട്ട് ഞാൻ മുൻപോട്ട് പോകാം. ബൈബിളിലെ പ്രവചനങ്ങൾ പൊതുവെ ഗൂഢാർത്ഥ പ്രയോഗങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നവയാണ്. ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിശദാംശങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ പറയുന്ന സോർ രാജാവും ലൂസിഫറും തമ്മിൽ എന്ത് ബന്ധം എന്ന് ഞാൻ വിശദീകരിക്കാം.
ബൈബിളിലെ പ്രവചനങ്ങളിൽ ഏറ്റവും അധികം ശാപം ഏറ്റുവാങ്ങിയ ഒരു നഗരമാണ് സോർ അഥവാ ടയർ. ഇന്നത്തെ ലബാനോനിലാണ് ഈ രാഷ്ട്രമുള്ളത്. മെഡിറ്ററേനിയൻ സീയുടെ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. സോറിനെ കുറിച്ച് പറഞ്ഞാൽ അയൽ രാജ്യങ്ങളെല്ലാം കൊള്ളയടിച്ച് ചൂഷണം ചെയ്ത് സമ്പാദ്യം സംഭരിക്കുന്ന കാര്യത്തിൽ അവർ വളരെ കുപ്രസിദ്ധരായിരുന്നു. മനസാക്ഷിയില്ലാത്ത കച്ചവടക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം വെളിപ്പെടുത്തുന്നുണ്ട്. വിഗ്രഹാരാധനയുടെയും അതുപോലെ അധാർമികതയുടെയും ഒരു കൂത്തരങ്ങാണ് അവിടെ കാണാൻ കഴിയുന്നത്. അഹങ്കാരത്തിൻ്റെ നഗര രൂപമായിരുന്നു സോർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ കാലത്ത് വളരെ പ്രബലനായിരുന്ന സോർ രാജാവിൻ്റെ അഹമ്മദിക്കും വിവരക്കേടിനുമെതിരെ ഒട്ടേറെ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യെഹെസ്കേൽ 28 വിവരണങ്ങളിൽ പലതും മനുഷ്യനായ ഒരു രാജാവിനെക്കുറിച്ച് പറയാവുന്നതിൻ്റെ പരിധി വിട്ടുള്ളതാണ്. ഏദനിൽ പാർക്കുന്ന ഉറഞ്ഞു കൂടിയ സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമായ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ പാർത്തിരുന്ന ചിറക് വിടർത്തി പറക്കുന്ന ഖെരൂബ്, ഒരു മാലാഖ എന്നൊക്കെ ഒരു മനുഷ്യനെ പറ്റി പറയാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്കറിയാം. ചുരുക്കത്തിൽ ഇതൊരു ഇരട്ട പ്രവചനമാണ്. എന്ന് വെച്ചാൽ ഭാഗികമായി സോർ എന്ന പൈശാചികമായ രാഷ്ട്രത്തിൻ്റെ തലവനെ പറ്റിയും പൂർണ്ണമായ അർത്ഥത്തിൽ ലൂസിഫറിനെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോറിലെ രാജാവ് പിശാചി ബാധിതനായിരുന്നുവെന്നും അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഈ താരതമ്യം കൂടുതൽ അർത്ഥവത്താണെന്നും പറയുന്ന ബൈബിൾ പഠിതാക്കളുമുണ്ട്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ലൂസിഫർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ദൈവദൂതനെ പറ്റി മറ്റൊരു പ്രവചനത്തിൽ ബൈബിൾ പറയുന്നുണ്ട്. എല്ലാ ദൈവദൂതന്മാരിലും അതിശ്രേഷ്ഠനും അതിശക്തനുമായിരുന്നു ലൂസിഫർ എന്നാണ് അവിടെയും പറയുന്നത്. ദൈവിക സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ലൂസിഫർ നിരന്തരമായിരുന്നത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സിനിമയിലെ സംവിധായകൻ പറയും പോലെ an angel who is more than a king and less than God. യെശയ്യാവിൻ്റെ പ്രവചനം 14 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ ഒന്ന് വായിക്കുകയാണ്. ഇതോടൊപ്പം അതോട് നാം ചേർത്ത് ചിന്തിക്കണം. അവിടെ പറയുന്നത്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. അരുണോദയത്തിൻ്റെ പുത്രനായ ശുക്രൻ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് എബ്രായ ഭാഷയിൽ ഹെലൽ ബെൻ ഷാഖർ എന്ന ആ പദങ്ങളാണ്. ജെറോം എന്ന പണ്ഡിതൻ AD 4-ാം നൂറ്റാണ്ടിലെ ബൈബിൾ ആദ്യമായിട്ട് ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ലത്തീൻ ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ലൂസിഫർ എന്നാണ്. ലൂസിഫർ എന്ന ദിവ്യനായിരുന്ന മാലാഖയുടെ ഹൃദയത്തിൽ ഒരിക്കലൊരു ദുരാലോചന കടന്നുകൂടി. എനിക്ക് എന്തുകൊണ്ട് പരമോന്നതനായ ദൈവത്തെ പോലെ ആയിക്കൂടാ? ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ എൻ്റെ സിംഹാസനം വെച്ചുകൂടാ? ദൈവം വെറുക്കുന്ന അഹമ്മദി എന്ന പാപത്തിൽ നിന്ന് ഉടലെടുത്ത ഇങ്ങനെയുള്ള ചിന്തകൾ മൂലം ലൂസിഫർ എന്ന ശ്രേഷ്ഠ മാലാഖ സ്വർഗോന്നതങ്ങളിൽ നിന്നും നിഷ്കാസിതനായി എന്നും അങ്ങനെ അവൻ സാത്താനായി പരിണമിച്ചു എന്നുമാണ് ബൈബിളിൻ്റെ ഭാഷ്യം. തൻ്റെ ശ്രേഷ്ഠതയുടെ കാരണക്കാരൻ താൻ തന്നെയാണ് എന്നായിരുന്നു ലൂസിഫറിൻ്റെ ചിന്താഗതി. ചുരുക്കത്തിൽ മാലാഖമാരുടെ സംഘത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന ലൂസിഫറാണ് നിഗളം മൂലം സാത്താനായി തീർന്നത്. ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യരായ ആദമിനെയും ഹവയുടെയും ഒക്കെ അടുത്ത് ചെന്ന് സർപ്പരൂപത്തിൽ ചെന്ന് അവരെ പ്രലോഭിപ്പിച്ച, പാപം ചെയ്യിപ്പിച്ചത് അന്നു മുതൽ ഇന്നേ വരെ മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്ന ഈ ലൂസിഫർ തന്നെയാണ്. തൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ ഒരു വലിയ സംഘത്തെ എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് സാത്താൻ്റെ ഇപ്പോഴത്തെ ശ്രമം. അതോടൊപ്പം തൻ്റെ നഷ്ടപ്പെട്ട പ്രൗഢി എങ്ങനെയും വീണ്ടെടുത്ത് സ്വയം മഹത്വവാനാകുവാനും ആണ് താൻ ശ്രമിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, കാൽവറിയിലെ ബലിമരണത്തിലൂടെ കന്യകയുടെ മകനായ മനുഷ്യാവതാരം എടുത്ത ദൈവപുത്രനായ യേശു പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് സാത്താൻ എന്ന പഴയ പാമ്പിൻ്റെ തല തകർത്തതിലൂടെ സാത്താൻ പൂർണ്ണമായും ദുർബലനായി. ഇന്ന് സാത്താൻ എന്ന സർപ്പം വാലിട്ടടിച്ച് അവസാന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യവംശത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇടപെട്ട് അവരെ തൻ്റെ പക്ഷത്താക്കാൻ ശ്രമിച്ച പഴയ പാമ്പാണ് ലൂസിഫർ എന്ന് നാം മറക്കരുത്. എല്ലാ മഹത്വവും പോയിപ്പോയ ലൂസിഫർ എങ്ങനെയെങ്കിലും മനുഷ്യഹൃദയത്തിൽ തൻ്റെ ചോർന്നുപോയ പഴയ പ്രതാപം തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമത്തിലാണ് പിന്നീട് എന്നും വ്യാപൃതനായത്. സ്വയം മഹത്വവൽക്കരിക്കുവാനുള്ള കഠിനാധ്വാനമാണ്
വിവിധ ശൈലിയിൽ ഇന്ന് പ്രകടമാകുന്നത്. ഇതിന് സാത്താൻ കൂട്ടുപിടിക്കുന്നത് സാത്താനെ ആദരിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ്. അഭ്യസ്ത വിദ്യരുടെ നാടായ ഈ കേരളത്തിൽ പോലും ഇന്ന് സാത്താൻ ആരാധകരുണ്ട് എന്നാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം സാത്താനെ അഗ്നിനരകത്തിൽ എന്നേക്കുമായി തള്ളുമെന്നാണ് വെളിപ്പാട് പ്രവചനം 20:10 പറയുന്നത്. എമ്പുരാനിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ പൂവ്, തമോ ഗോളങ്ങളുടെ തമ്പുരാൻ എന്നൊക്കെയാണ് ചലച്ചിത്രത്തിൻ്റെ പിന്നണി പ്രവർത്തകർ എമ്പുരാനെ വിശേഷിപ്പിച്ച് കണ്ടത്. എന്നുവെച്ചാൽ മനുഷ്യരെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് താൻ എന്നാണ് ലൂസിഫറിൻ്റെ അവകാശവാദം. വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും സിനിമയിൽ ഉദ്ധരിക്കുന്നതായി സൂചനയുണ്ട്. പക്ഷേ ആ പറയുന്ന വേദഭാഗവും വാക്യങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. വെറുതെ റെഫറൻസ് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഇതൊരു വഞ്ചനയല്ലേ എന്ന് നാം ചിന്തിക്കണം. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കാനുള്ളത്? സിനിമയിലെ ഒരു ഡയലോഗാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യേശു സമ്പൂർണ്ണ പരിശുദ്ധൻ എന്നത് മറയ്ക്കുവാനും ദൈവപുത്രനെ തെറ്റുകാരനാക്കി ചിത്രീകരിക്കുവാനുള്ള ഒരു പരാജിതൻ്റെ പരിശ്രമങ്ങൾ മാത്രമായി ഇത്തരം പരസ്യവാചകങ്ങളെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ പക്ഷം. സിനിമ ട്രെയിലറിലെ ചില കുറിപ്പുകൾ അഭിനേതാക്കളുടെ ഫേസ്ബുക്കിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. വൺസ് യു ഡീൽ വിത്ത് ദ ഡെവിൾ ദർ ഈസ് നോ വേ ബാക്ക്. പിശാചുമായിട്ടാണ് അത്ര ഇടപാട്. ഒരിക്കൽ കരാറിലേർപ്പെട്ടാൽ പിശാചിൻ്റെ പിടിയിൽ നിന്ന് പിന്നീട് രക്ഷപ്പെടാനാവില്ല. പക്ഷേ ആ ധാരണ തെറ്റിദ്ധാരണയാണ്. പിശാചിനെ പരാജയപ്പെടുത്തിയ അനധി വിദൂര ഭാവിയിൽ പൂർണ്ണമായും ബന്ധിക്കുവാൻ പോകുന്ന യേശുവിൽ ശരണപ്പെട്ടാൽ, ആ കർത്താവിൽ ആശ്രയം കൊണ്ടാൽ സാക്ഷാൽ ദൈവം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും. അതാണ് സത്യം. ലൂസിഫർ എന്ന പിശാചും ദൈവം തമ്പുരാനും തമ്മിലുള്ള അവസാനത്തെ യുദ്ധത്തെപ്പറ്റിയും അതിൻ്റെ ഒടുവിൽ പരാജിതനാകുന്ന പിശാചിനെ തമ്പുരാൻ അഗാധ കൂപത്തിൽ എന്നേക്കുമായി തള്ളുന്നതുമൊക്കെ വളരെ വിശദമായി വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അവസാനത്തിൻ്റെ ആരംഭമായി കഴിഞ്ഞു എന്നാണ് സമീപകാല സംഭവങ്ങൾ പലതും കൈചൂണ്ടുന്നത്. സിനിമയുടെ മറ്റൊരു പരസ്യവാചകം ശ്രദ്ധിക്കുക. റിമെമ്പർ ഇറ്റ് ഈസ് യു ഹു സമൺ ദ ഡെവിൾ ഇൻ ദിസ് അവർ. അതെ, ഈ നാഴികയിൽ പിശാചിനെ വിളിച്ചു വരുത്തുന്നത് നിങ്ങളാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവത്തെയും വിളിച്ചു വരുത്താനാവും. സത്യത്തിൽ ദൈവത്തെ വിളിച്ചു വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ നിങ്ങളുടെ സമീപത്ത് തന്നെ ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ അവനിപ്പോൾ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർക്കുവാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരിടം അവന് ആവശ്യമുണ്ട്. ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുമോ? ദൈവപുത്രനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമോ? അങ്ങനെ ചെയ്താൽ ലൂസിഫറിൻ്റെ അടിമത്തത്തിൽ നിന്നും നിങ്ങൾക്ക് എന്നേക്കുമായി മോചനം നേടാം. യേശു മാത്രമാണ് തമ്പുരാൻ. അവൻ മാത്രമാണ് ജേതാവ്. ലൂസിഫർ എന്ന സാത്താൻ പരാജിതനാണ്, തല തകർന്ന സർപ്പമാണ്. എന്നെ പിന്തുടരുന്നവരാണ് എൻ്റെ മക്കൾ എന്ന് എമ്പുരാനിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. നമ്മൾ ലൂസിഫറിനെയാണ് പിന്തുടരുന്നതെങ്കിൽ പിശാചിൻ്റെ സന്തതികളാണ്. എന്നാൽ ദൈവത്തെ പിന്തുടരുമ്പോൾ ദൈവത്തിൻ്റെ മക്കളും. തീരുമാനം നിങ്ങളുടേതാണ്. ദൈവപുത്രനെ അവഹേളിക്കുന്ന ഒരു സിനിമയിലൂടെയോ വികലമായ ഒരു ചിന്താധാരയിലൂടെയോ യേശുക്രിസ്തുവിനെയോ ക്രിസ്തീയ വിശ്വാസത്തെയോ തകർക്കാനാവുകയില്ല എന്നുകൂടെ അറിഞ്ഞിരുന്നാൽ നന്ന്. അതുകൊണ്ട് യേശുവിനെ ഡിഫെൻഡ് ചെയ്യാനും മറ്റൊരു ചിന്ത പങ്കുവെക്കുന്നവരെ ഇകഴ്ത്തുവാനും ഒന്നും ക്രിസ്ത്യാനികൾ തെല്ലും മുതിരേണ്ടതില്ല. അജയ്യനായ ദൈവത്തിൻ്റെ അജയ്യമായ സംവിധാനമാണ് ക്രിസ്തീയ സമൂഹം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പൈശാചിക പരിശ്രമങ്ങളെല്ലാം പരാജയത്തിൻ്റെ പടുകുഴിയിൽ പതുക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ അന്ത്യ പ്രലോഭനങ്ങൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോഴും അതുപോലെ 5-ാം തിരുമുറിവ് എന്ന നാടകം അരങ്ങത്തെത്തിയപ്പോഴുമൊക്കെ സമാനമായ ഈ സോക്കോൾഡ് ക്രിസ്ത്യൻ അജിറ്റേഷൻ ഉണ്ടായി. സത്യത്തിൽ നമ്മൾ ദൈവത്തിന് പാറാവ് കൊടുക്കേണ്ടതില്ല എന്ന പ്രസ്താവന അർത്ഥപൂർണ്ണമാണ്. ദുഷ്ടലാക്കോടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തക്ക സമയത്ത് ദൈവം തന്നെ ഇടപെട്ടുകൊള്ളും. എന്നാൽ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ ഉപദേശങ്ങളെ അനുധാവനം ചെയ്യുന്നവരുടെ സാമുദായിക, മത, വർഗ, വർണ്ണ ഭേദമില്ലാത്ത ഒരു സാർവത്രിക കൂട്ടായ്മയുണ്ട്. അവരെയാണ് ക്രിസ്താനുഗാമികൾ എന്ന് വിളിക്കാനാവുന്നത്.
ഈ നന്മയുടെ ഭാഗമാവുക ഈ നിമിഷത്തിൽ തന്നെ. അതാണ് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം, ഇരുളിൻ്റെ തേർവാഴ്ച ഉണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുക. ഇരുൾ താനെ അപ്രത്യക്ഷമായിക്കൊള്ളും. കൂടുതൽ വിവരങ്ങൾക്ക് ലൈഫ് ഫോക്കസിൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.